ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം എന്നുള്ളതായിരുന്നു ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. വിശദമായി തന്നെ നമുക്കത് പരിശോധിക്കാം. 23 വയസ്സുകാരിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ സാധ്യത പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. വിശദമായി തന്നെ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ് രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യം. ആദ്യ കേസിൽ ഈ മാസം 15 വരെ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ 23 വയസ്സുകാരുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചത് ഇതോടെ രാഹുലിന് താൽക്കാലിക ആശ്വാസമായി. കൂടുതൽ വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നമുക്കത് ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം. കൂടുതൽ വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ പരിശോധിക്കാം. കൂടുതൽ വകുപ്പുകൾ ചുമത്തി അത് ഏതൊക്കെയാണെന്നറിയാം. ഒന്ന് ബലാത്സംഗ കുറ്റം, രണ്ടാമത്തത് ദേഹോപദ്രവം ഏൽപ്പിക്കൽ, മൂന്നാമതായി ഉള്ളത് പിന്തുടർന്ന് ശല്യം ചെയ്യൽ, നാലാമതായി ഉള്ളത് തടഞ്ഞുവെക്കൽ എന്നുള്ളതാണ് നാലാമതായി ഉള്ളത്. മറ്റൊന്ന് തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. അതായത് വിവാഹ വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതെന്ന് തെളിയിക്കുന്ന തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. യുവതിയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളായിരുന്നു ഇതിൽ പ്രധാനം. പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് തിരുവനന്തപുരം ജില്ലാ കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ജാമ്യം ഉപാധികളോടെയാണ്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകണം എന്നുള്ളതാണ് മറ്റൊന്ന്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, തെളിവ് നശിപ്പിക്കരുത് എന്നുള്ളതാണ് മറ്റൊന്ന്. അങ്ങനെ ഉപാധികളോടെ തന്നെയുള്ള ജാമ്യ വ്യവസ്ഥയാണ് കോടതിയിൽ നൽകിയത്. സിജോ വി ജോണും എനിക്കൊപ്പം ചേരുകയാണ്. സിജോ, നോക്കൂ, ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞത്? ഈ അതിജീവിതയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന്, അതായത് രണ്ടാമത്തെ കേസിൽ പരാതി നൽകിയ അതിജീവിതയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കോടതി പറഞ്ഞിരുന്നല്ലോ. എന്താണ് അതിന്റെ വിശദാംശം? അതിജീവിതയുടെ പരാതിയിലെയും മൊഴിയിലെയും വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം കോടതിയുടെ ഉത്തരവ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതി ലഭിക്കാനുണ്ടായ കാലതാമസത്തെക്കുറിച്ചും അതിൽ പറയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളെക്കുറിച്ചുമാണ്. അതിൽ ഒന്നാമതായി പറയുന്നത്, ഇത്തരത്തിൽ ഒരു പരാതി നൽകുമ്പോൾ അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത് നിയമപരമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറാകായിരുന്നത് തന്റെ ഭാവിയെ ഓർത്തുകൊണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ബലാത്സംഗം ചെയ്തുവെന്ന് പറഞ്ഞതിന് ശേഷവും ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇത് വിശ്വസിച്ചുകൊണ്ടാണ് താൻ നിയമപരമായി മുന്നോട്ട് പോകാതിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരാതി വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ്. ഈ പരാതി നേരിട്ട് KPCC പ്രസിഡന്റിന് കൊടുക്കുന്നു. ആ പരാതിയിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. മറിച്ച് ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ബലാത്സംഗ കേസ് വന്നതും താൻ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. അതിനുശേഷം പാർട്ടി വേദികളിൽ നിന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണം എന്നൊരാവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് എന്തെങ്കിലും സമ്മർദ്ദത്തിന്റെ ഭാഗമായോ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് കോടതി ഉന്നയിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇതിന് ബലാത്സംഗത്തിന് തെളിവുകളില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബലാത്സംഗം നടന്നതിന് ശേഷവും ഇവർ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങളും കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിന് തെളിവായി വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടെന്നാണ് കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം നൽകുന്നതായി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ കോടതിയുടെ നടപടി എന്ന് പറയേണ്ടി വരും. കാരണം ബലാത്സംഗ കുറ്റം ആദ്യം ചുമത്തുന്നു, അതിനുശേഷം ഇന്ന് കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. അന്യായമായി തടഞ്ഞു വെക്കുക, അതോടൊപ്പം തന്നെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ നൽകി. അതോടൊപ്പം തന്നെ ഇവർ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ബന്ധം പുലർത്തിയിരുന്നത് എന്നുള്ള തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഇത്തരം തെളിവുകളൊന്നും സാധൂകരിക്കാവുന്ന തെളിവുകളല്ല. ഇതൊരു ബലാത്സംഗത്തിനായിട്ടുള്ള അല്ല നടന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ജാമ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ
ജാമ്യം നൽകി വിട്ടയക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ കോടതി വിധി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആദ്യത്തെ കേസിൽ അന്വേഷണ സംഘം തടഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യം കൂടി ലഭിച്ച സാഹചര്യത്തിൽ, അറസ്റ്റ് തടഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ ഇനി പുറത്തു വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇനി രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വേണ്ടിവരും. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ശരി സിജോ, ഏതായാലും സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാഹുലിന്റെ വോട്ട് മുൻപ് അടൂരായിരുന്നു. എന്നാൽ അദ്ദേഹം MLA ആയി തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ വോട്ട് പാലക്കാട്ടേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ നാളെ ഇപ്പോൾ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ് ഒന്നാമതായി അറിയേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ രണ്ടാമത്തെ പരാതിയിലെ മൊഴിയിലെ വൈരുദ്ധ്യമെന്ന് കോടതി പറഞ്ഞ കാര്യങ്ങളിൽ SIT ഏത് തലത്തിലായിരിക്കും അന്വേഷണം നടത്തുന്നത്? യുവതിയുടെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള അന്വേഷണമാണ് SITയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതെല്ലാം തന്നെയും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും